വായു മലിനീകരണം ലോകമെമ്പാടും മനുഷ്യാരോഗ്യത്തിന് ഭീഷണിയാവുകയാണ്. പ്രത്യേകിച്ച് പ്രായമായവരിലും പ്രമേഹ രോഗമുള്ളവരിലും. വായുവിലെ വിഷാംശങ്ങൾ ഹൃദ്രോഗ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതായും പഠനങ്ങൾ പറയുന്നു. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഈ ഭീഷണി അതീവ ഗുരുതരമായ രൂപത്തിലാണ് പ്രകടമാകുന്നത്. വായു മലിനീകരണം രൂക്ഷമാകുമ്പോൾ അത് ഹൃദയാഘാതം, സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങളിലേക്ക് നയിക്കാം എന്നാണ് കണ്ടെത്തലുകൾ. പ്രമേഹമുള്ളവരിൽ ഹൃദ്രോഗ സാധ്യത 13.8%, പ്രമേഹം ഇല്ലാത്തവരിൽ 8.5%. വായുവിലെ മലിനീകരണ ഘടകങ്ങളായ PM10, PM2.5, PM1, ഓസോൺ എന്നിവയുടെ അളവ് ഉയരുന്നതിനനുസരിച്ച് ഹൃദ്രോഗ സാധ്യത 19 മുതൽ 28% വരെ വർദ്ധിക്കുന്നു. ലോകമെമ്പാടുമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഭൂരിഭാഗവും മലിനമായ വായു ശ്വസിക്കുന്നവരാണ്. വായുവിൽ അടങ്ങിയിരിക്കുന്ന ചെറിയ പൊടികണികകൾ ദീർഘകാലം ശ്വസിക്കുന്നതിലൂടെ ഹൃദ്രോഗവും സ്ട്രോക്കും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഓരോ വർഷവും ലക്ഷക്കണക്കിന് മരണങ്ങളാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. വായു മലിനീകരണം കാരണം ഉണ്ടാകുന്ന മരണങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്നത് പ്രമേഹ രോഗമുള്ളവരാണ്. ഇന്ത്യയിലെ നിരവധി നഗരങ്ങൾ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ നഗരങ്ങളിൽ വലിയ അളവിൽ വായു മലിനീകരണം നിലനിൽക്കുകയാണ്. ഇത് ജനങ്ങളുടെ ആരോഗ്യത്തിനെയും വളരെ ഗുരുതരമായി ബാധിക്കുന്നതാണ്. രാജ്യത്ത് വായു മലിനീകരണം ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ആശങ്ക അറിയിച്ചിരിക്കുകയാണ്. ഏകദേശം 44% നഗരങ്ങളിലും സ്ഥിരമായി വായു മലിനീകരണം നിലനിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടിനെ പരാമർശിച്ചുകൊണ്ട് പാർട്ടി ഈ അവസ്ഥയെ ഘടനാപരമായ പ്രതിസന്ധി എന്നാണ് വിശേഷിപ്പിച്ചത്. പ്രതിപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും വായു മലിനീകരണം സംബന്ധിച്ച് പാർലമെന്റിൽ കാര്യമായ ചർച്ചയൊന്നും തന്നെ നടക്കാത്തതിനെതിരെയും പാർട്ടി വിമർശിച്ചിട്ടുണ്ട്. വായു മലിനീകരണം ഒരു പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല, രൂക്ഷമായ ഒരു ആരോഗ്യ പ്രശ്നം കൂടിയാണ് എന്ന് സർക്കാർ എപ്പോൾ മനസ്സിലാക്കുമെന്നത് ആർക്കും പറയാനാകുന്നില്ല. പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ കർശനമായ മലിനീകരണ നിയന്ത്രണ നടപടികളും ദീർഘകാല നയപരമായ ഇടപെടലുകളും അനിവാര്യമാണ് എന്നത് അധികാരികൾ എപ്പോഴാണ് തിരിച്ചറിയുന്നത്?